സമരം ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. ഗതാഗത മന്ത്രി എല്ലാ സംഘടനകളുമായും ചർച്ച നടത്തും. പ്രതിഷേധം 13 ദിവസം പിന്നിടുന്നു. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രി സിംഗപ്പൂരിൽ നിന്ന് ഓൺലൈനായി പങ്കെടുക്കും. യോഗം രാവിലെ 9:30-ക്ക്. കാസർഗോഡ് കാറെടുക്ക സഹകരണ സൊസൈറ്റിയിലെ ക്രമക്കേടിൽ ജീവനക്കാരെ ഇന്ന് ചോദ്യം ചെയ്യും. CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. പ്രതി കെ രതീഷിനായി തെരച്ചിൽ ഊർജിതം. മന്ദിരങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിലെ പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പുകാരനെന്ന് ആരോപണം. രാഹുലുമായി വിവാഹം ഉറപ്പിച്ച പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകി. മുൻ വിവാഹങ്ങളുടെ വിവരം രാഹുൽ മറച്ചുവെച്ചുവെന്നും ആരോപണം. തിരുവനന്തപുരം അമ്പൂരിയിൽ ഗുണ്ട ആക്രമണം. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെ ഉൾപ്പെടെ നടുറോഡിൽ മർദ്ദിച്ചു. രക്ഷിക്കാനെത്തിയ ജീവനക്കാർക്കും ഭർത്താവിനും മർദ്ദനം. പണവും അപഹരിച്ചു. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ ഇന്ന് രാജസ്ഥാൻ പഞ്ചാബ് പോരാട്ടം. മത്സരം രാത്രി 7:30-ക്ക് ഗുവാഹത്തിയിൽ. ലക്നൌ ഡൽഹിയോട് പരാജയപ്പെട്ടതോടെ പ്ലേ ഓഫ് ഉറപ്പിച്ച് രാജസ്ഥാൻ.